അല്ല അച്ഛൻ എന്താ ചെയ്യണേ? അച്ഛൻ പഠിക്കുകയാണ് ചക്കരെ. അച്ഛന്റെ പഠിപ്പ് ഇപ്പോഴും കഴിഞ്ഞില്ലേ? എത്ര കൊല്ലം അച്ഛൻ പഠിക്കാൻ തുടങ്ങിയിട്ട്? അച്ഛൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണേ. ഈ ടീച്ചർമാരായാൽ ഇങ്ങനെ പഠിച്ചോണ്ടേയിരിക്കണോ? ആ, ടീച്ചർമാരായാൽ പഠിപ്പിക്കാൻ വേണ്ടി പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ അമ്മേ, എന്താപ്പത്? ഇന്നാക്കി വലുതാവുമ്പോ ടീച്ചറിനാവണ്ട. അല്ല, ഇന്നിപ്പോ എന്താ അച്ഛൻ പഠിപ്പിക്കാൻ പോണത്? 10ാം ക്ലാസ്സിൽ വൈദ്യുത മോട്ടോർ എന്ന ഭാഗമുണ്ട്. അതാണെന്ന് പഠിപ്പിക്കാൻ വിചാരിക്കുന്നത്. അതിനിപ്പോ എന്താ അച്ഛന് ഇത്ര സങ്കടം? അല്ല, ഒരു മോട്ടോർ തുറന്ന് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനിപ്പോ എന്താ, നമ്മളെ കിണറ്റിലെ മോട്ടർ എടുത്തിട്ടാണ് പഠിപ്പിച്ചാ പോരെ? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? നമ്മുടെ ആ മിക്സി കിട്ടിയാൽ നന്നായിരുന്നു. പക്ഷെ അതിന് അമ്മ സമ്മതിക്കൂല. അച്ഛാ, ഐഡിയ. അമ്മ ഇപ്പൊ കുഞ്ഞാനെ കുളിപ്പിക്കുകയാണ്. ഞാൻ മെല്ലെ പോയി മിക്സി എടുത്തോണ്ട് വരാം. ഇതാ മിക്സി. നമുക്കൊന്ന് പൊളിച്ചു നോക്കിയാലോ? ഓക്കേ. നമുക്ക് ഈ മിക്സി ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. മിക്സി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ പുറകിലാണ് 4 സ്ക്രൂകൾ ഉള്ളത്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് 4ഉം ഊരി മാറ്റാം. ഒരു സ്ക്രൂ കൂടി ഉണ്ട്. ബാക്ക് കവർ എടുത്തു മാറ്റി. ഇതാണ് മിക്സിയുടെ ഉൾഭാഗം. അതിൻ്റെ നോബ് ഒന്ന് ഊരി മാറ്റാം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നും ആർമേച്ചർ അല്ലെങ്കിൽ മിക്സിയുടെ മോട്ടോർ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. മിക്സിയുടെ മോട്ടോർ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞു. നമുക്ക് ആർമേച്ചറിനെ വിശദമായി കാണാൻ, ഒന്നുകൂടി വൃത്തിയായി കാണാൻ ഈ കവർ കൂടി നമുക്ക് എടുത്തു മാറ്റേണ്ടതുണ്ട്. ഈ മോട്ടോറിൻ്റെ കവർ കൂടി നമ്മൾ എടുത്തു മാറ്റുകയാണ്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ മോട്ടോർ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് മോട്ടോർ. മിക്സിയുടെ മോട്ടോറാണ് നിങ്ങളിതിൽ കാണുന്നത്. ഇതിൽ ആർമേച്ചർ ഉണ്ട്,
സ്പ്ലിറ്റ് റിങ്ങുകളുണ്ട്, കാർബൺ ബ്രഷുകളുണ്ട്, ഫീൽഡ് കാന്തം എന്നിവയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിശദമായി കാണാം. നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു ചെമ്പ് കമ്പി അല്ലെ, കോപ്പർ വയർ ചുറ്റി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്താണത്? നമുക്കറിയാം, ഒരു മോട്ടോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫീൽഡ് കാന്തം. സാധാരണയായി ഇലക്ട്രോ മാഗ്നറ്റ്, താൽക്കാലിക കാന്തങ്ങളാണ് അല്ലെങ്കിൽ വൈദ്യുത കാന്തങ്ങളാണ് ഫീൽഡ് കാന്തങ്ങളായി ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ഫീൽഡ് കാന്തമാണ് നിങ്ങൾ കാണുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ഈ കോപ്പർ കോയിൽ എന്തായിട്ട് മാറും? ഒരു ഫീൽഡ് കാന്തമായിട്ട് മാറും. അങ്ങനെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാക്കുകയും അങ്ങനെ സ്ഥിരമായ ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആർമേച്ചർ സ്ഥിതി ചെയ്യുക. കോപ്പർ കോയിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഈ കോപ്പർ കോയിലാണ് ഫീൽഡ് കാന്തമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കാണുന്നതാണ് പച്ചിരുമ്പ് കോർ, അതായത് സോഫ്റ്റ് അയൺ കോർ. ട്രാൻസ്ഫോമർ പഠിപ്പിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ്. ഈ സോഫ്റ്റ് അയൺ കോറിന് മുകളിലാണ് ഈ ചെമ്പ് കമ്പി അല്ലെങ്കിൽ കോപ്പർ കോയിൽ ചുറ്റി വെച്ചിട്ടുള്ളത്. കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂട്ടുന്നതിനാണ് ഈ പച്ചിരുമ്പ് കോർ അവിടെ വെച്ചിട്ടുള്ളത്. ഇനി നോക്കുക, ഞാൻ ഈ ഫാന് കറക്കുകയാണ്. അതായത് ആർമേച്ചറിന്റെ ഫാനാണത്. ആർമേച്ചർ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഒന്നുകൂടി വ്യക്തമാക്കി കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഈ കറുത്ത നിറത്തിൽ കാണുന്നതാണ് കാർബൺ ബ്രഷ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷ് എന്നൊക്കെ പറയുന്നത്. 2 ബ്രഷുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിന്റെ ബ്രഷിൽ നിന്നാണ്, അതായത് ബ്രഷിലൂടെയാണ് ബാഹ്യ സർക്യൂട്ടിൽ നിന്നും വൈദ്യുതി ആർമേച്ചറിൽ എത്തുന്നത്. ആ വയറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാർബൺ ബ്രഷ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഇപ്പോൾ കാണാം. ആ കാർബൺ ബ്രഷോട് തൊട്ടുരുമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഞാൻ ഈ ഫാന് കറക്കുന്ന സമയത്ത് ആ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആർമേച്ചറും കറങ്ങുന്നതായിട്ട് നിങ്ങൾ കാണാം. ആർമേച്ചർ ചെമ്പ് കമ്പി കൊണ്ട് അല്ലെ, കോപ്പർ വയർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ധാരാളം കോപ്പർ വയർ ചുറ്റുകളാക്കി സജ്ജീകരിച്ചിട്ടുള്ളതാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ആർമേച്ചറിനെ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായി കാണാം. വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി ആയതുകൊണ്ട് പൂർണ്ണമായും വേർപെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഇതിനുള്ളിലൂടെ ആർമേച്ചറിനെ കാണാവുന്നതാണ്. ആർമേച്ചറിന്റെ അക്ഷം കറക്കുന്ന സമയത്ത് ആർമേച്ചർ കറങ്ങുന്നു. ആർമേച്ചർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കോപ്പർ വയർ കൊണ്ടാണ്. കോപ്പർ വൈൻഡിങ്സ് ധാരാളം ഉണ്ട്. അപ്പൊ അതവിടെ കറങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ധാരാളം കോപ്പർ വയേഴ്സ് ഉണ്ട് ഈ ആർമേച്ചറിൽ അല്ലേ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേറൊരു വ്യൂ കാണാം. ആർമേച്ചർ കറങ്ങുന്നത് നോക്കൂ അല്ലെ. ധാരാളം കോപ്പർ വയർ ചുറ്റി വെച്ചിട്ടുള്ള ആർമേച്ചർ. ഇതാ ഇപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ആ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എല്ലായ്പ്പോഴും കറങ്ങുന്ന സമയത്ത് എല്ലായ്പ്പോഴും ആരുമായിട്ട് സമ്പർക്കമുണ്ട്? കാർബൺ ബ്രഷുമായിട്ട് സമ്പർക്കമുണ്ട്. ഒന്നുകൂടി നോക്കുക. കാർബൺ ബ്രഷുമായിട്ട് തൊട്ടുരുമിക്കൊണ്ടാണ് ഈ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ചലിക്കുന്നത്.
അയ്യോ, കുഞ്ഞാമ്മേന്റെ കുളി കഴിഞ്ഞല്ലോ. ചക്കരേ, ചക്കരേ, ഇവിടെ ഇരുന്ന് മിക്സി എവിടെ? അച്ഛ, അമ്മ ഇപ്പൊ വരും, വേഗം മിക്സി ശരിയാക്ക്. എങ്ങനെ ഇപ്പൊ അതൊക്കെ തിരിച്ചു വെക്കുക? ഇന്റെ ദൈവമേ, അമ്മ